Find the point on x-axis which is equidistant from the points -2, 5 and 2, -3. Since the point is on x-axis, its x-coordinate bx and y-coordinate is equal to 0. x-coordinate x ആയിട്ട് എടുക്കാം, y-coordinate is equal to 0. Then ഇതിന് നമുക്ക് എ എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഇത് ഈക്വൽ ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് പോയിൻറ്റും കിടക്കുന്നത്. ബി -2, 5 ആൻഡ് സി 2, -3. Then the points are in equal distance. AB is equal to AC. അതായത് that is AB square is equal to AC square. So നമ്മുടെ ഫോർമുല x1 - x2 all square is equal to y1 - y2 x1 - x2 all square plus y1 - y2 all square is equal to എ സി ഡിയും അതേപോലെ ചെയ്യാം, രണ്ടും ഈക്വൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം x1 - -2 എ സി ആണ്, എ ബി ആണ് ചെയ്യുന്നത്. ഫോർമുല x1 - x2 ആണ്. അപ്പോൾ എയുടെ x1 ഇത് y1 ആണെങ്കിൽ ഇവിടെ x2 y2 ആണ് കേട്ടോ. ഓക്കെ, ഇത് x1 y1 ആണെങ്കിൽ ബി x2 y2 ആണ്. അപ്പോൾ x1 - x2 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പം x -2 എന്ന് പറയുമ്പം x+2 ഓൾ സ്ക്വയർ പ്ലസ് y1 - y2 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പം 0 - 5 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി എ സി നോക്കാം. എ സി x -2 ഓൾ സ്ക്വയർ പ്ലസ് 0 - 3 0 + 3 ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു x+2 ഓൾ സ്ക്വയർ ഐഡൻറ്റിറ്റി a + b ഓൾ സ്ക്വയർ ഉപയോഗിച്ച് ചെയ്യാം. x സ്ക്വയർ പ്ലസ് 2ab 2 × x × 2 4x plus 2 square 4 plus 0 - 5 - 5 square is equal to 25 is equal to x -2 all square a square x square minus 2ab 2 × x × 2 4x plus 2 square 4 plus 0 + 3 square 9. ഓക്കെ, എക്സ് സ്ക്വയറും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ എക്സ് സ്ക്വയർ ആൻഡ് എക്സ് സ്ക്വയർ. വൈ എവിടെ പോയി? ഇല്ല. ഓക്കെ, ദെൻ 4x പ്ലസ് ലെഫ്റ്റ് സൈഡിലെ 4x റൈറ്റ് സൈഡിലെ 4x ലെഫ്റ്റ് സൈഡിലേക്ക് മാറുമ്പം പ്ലസ് 4x is equal to 4 + 9 13 minus 25 plus 4 is equal to 29 minus 29. Then 8x is equal to minus 16. X is equal to minus 16 by 8 is equal to minus 2. The point on x-axis is x -2, 0. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ആർക്കെങ്കിലും ഓൺലൈൻ ലൈവ് ട്യൂഷൻ വേണമെങ്കിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറാണ് 8921630134. ഓക്കെ.